അല്ല, വികസന പ്രവർത്തനങ്ങൾക്ക് കേരള സർക്കാർ മാതൃക തന്നെയാണ്. നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മറ്റു കൂടുതൽ കാര്യം ഞാൻ ഇതിനെ സംബന്ധിച്ച് പറയുന്നില്ല. യഥാർത്ഥത്തിൽ ലോകം കണ്ട മഹാദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ആരും ചോദിക്കാതെ തന്നെ തരേണ്ടതായിരുന്നു സഹായം. നിർഭാഗ്യവശാൽ കുറേ കാലം വൈകിപ്പിച്ചു. ഇപ്പോൾ അത് ഈ 45 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞു കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ശരിയായ രീതിയല്ല. കേരളത്തെ, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങളെ നല്ലതുപോലെ അവർക്ക് പിന്തുണയും ആത്മവിശ്വാസവും നൽകേണ്ട ഘട്ടത്തിൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് വയനാടിനെ സഹായിക്കേണ്ടതായിരുന്നു. ഒരുപാട് സഹായം വൈകിച്ചു. ഇപ്പോഴാണെങ്കിൽ അത് നൽകിയപ്പം അത് വായ്പയെ നൽകി വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. UC കൊടുക്കണം എന്നാണ്, ഈ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സഹായം എത്ര കൊണ്ട് ഫലപ്രദമായി നിർവഹിക്കാൻ സാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പം ഇത് ഒന്നുകൂടി കേന്ദ്ര ഗവൺമെൻറ് പരിശോധിക്കണം, ഈ ഒരു രീതി ശരിയാണോ എന്നുള്ളത്. കാരണം അങ്ങേയറ്റം ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് മേപ്പാടിയൊക്കെ ഞങ്ങൾക്ക് പോയതാണ്, അതിൻ്റെ ആ വിക്ടിംസിനെ കണ്ടവരാണ് ഞങ്ങൾ. അവരെ പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന, കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന അറിയില്ല. അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഇതിനകത്ത് നിൽക്കണം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇതിനകത്ത് ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഫലപ്രദമായി നടപ്പിലാക്കാൻ പിന്തുണക്കണമെന്നാണ് പറയാനുള്ളത്.